ശ്രീധർമ്മ പരിപാലന യോഗം സ്കൂളുകളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി. പതിനായിരങ്ങൾക്ക് അക്ഷരവെളിച്ചം പകർന്ന പള്ളുരുത്തി ശ്രീധർമ്മ പരിപാലന യോഗത്തിലെ ഗുരുക്കന്മാർക്ക് സ്നേഹോഷ്മളമായ ആദരവും യാത്രയപ്പും സംഘടിപ്പിച്ചു. ശ്രീ ഭവാനീശ്വര കല്യാണ മണ്ഡപത്തിൽ ആണ് പരിപാടി സംഘടിപ്പിച്ചത്. ശ്രീധർമ്മ പരിപാലന യോഗം സ്കൂളുകളിൽ നിന്ന് സ്തുത്യർഹവും മാതൃകാപരവുമായ സേവനങ്ങൾക്ക് ശേഷം വിരമിക്കുന്ന അധ്യാപകരുടെ ദീർഘകാലത്തെ സേവനങ്ങളെ നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ടാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. പരിപാടിയിൽ പ്രസിഡന്റ് KV സരസൻ അധ്യക്ഷത വഹിച്ചു. മുൻ DGP ജേക്കബ് തോമസ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ AK സന്തോഷ് അധ്യാപകരെ ആദരിക്കൽ ചടങ്ങ് നിർവഹിച്ചു. ഒക്കെയാണ് സ്കൂളുകൾ കേരളത്തിൽ ഈ സംസ്ഥാനത്ത് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതുപോലൊരു ദേശീയ വിദ്യാഭ്യാസ നയമുണ്ട്, അത് രൂപപ്പെടുത്തിയവർക്ക് ആഗ്രഹമുണ്ട്. അതനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കേണ്ടത് എന്നുള്ളത് അവർ പ്രധാനമുള്ളവരാണ്. പക്ഷേ ഏറ്റവും പ്രധാനമാരാണ് ചിലപ്പോൾ ഐഡിയോളജി സെൻട്രിക് ആയിട്ടുള്ള വിദ്യാലയങ്ങളുണ്ട്. അവിടെ ഐഡിയോളജി എല്ലാ കുട്ടികൾക്കും കിട്ടണം. അതിൻ്റെ ഒരു ട്രാൻസ്മിഷനാണ് ഈ സ്കൂളിൻ്റെ ദൗത്യം, മിഷൻ എന്ന് വിചാരിക്കുന്ന സ്കൂളുകളുണ്ട്. ചിലർ ടീച്ചർ സെൻട്രിക് ആയിട്ടുള്ള ടീച്ചർമാർ വളരെ എക്സലൻ്റ് ആയിട്ടുള്ള അധ്യാപകർ, അവർ പഠിപ്പിക്കുന്നു. അവർ പഠിച്ചാൽ കുട്ടികൾ നന്നാകും. ഇപ്പോൾ സ്വാഗത പ്രസംഗം പറഞ്ഞ് 11 അധ്യാപകർ പോയാൽ പ്ലസ് എല്ലാവരും പ്ലസ് കിട്ടുമോ എന്നുള്ള ഒരു സമയം. അപ്പോൾ അത് ടീച്ചർ സെൻട്രിക് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. പിന്നെ സിലബസ് സെൻട്രിക്, സിലബസ് പൂർത്തിയാക്കുക, സിലബസ് അനുസരിച്ച് തന്നെ പഠിപ്പിച്ചെല്ലാത്തിനും A+ കിട്ടുക എന്നുള്ള ഒരു. PK ബാബു, CP കിഷോർ, KG മുരളീധരൻ, K ശശിധരൻ, ബിജു ഈപ്പൻ, KK സീമ, രത്നകലാസി, ബിന്ദു രാഘവൻ, PB സുജിത്ത്, ദേവസ്വം മാനേജർ KR മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. സിനിമോൾ CS, ആശ KV, നിഷ്കെ ബാൾ, ശ്രീദേവി SR, രശ്മി KA, സ്മിത CG, KS സന്ധ്യ, KP സവിത, സുജ AB, സാബുകുമാർ VS, ബിപിൻ മാസ്റ്റർ എന്നിവരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.